ഈ അച്ഛനെ കൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്യുന്നത്? അച്ഛനെന്നും ഇങ്ങനെ ചെയ്യാൻ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അച്ഛനല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾക്കിപ്പോൾ ജപ്തിയല്ലേ വിഷയം? ജപ്തിയിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തരും പോരെ? ഈ ഫണ്ട് ഉപയോഗിച്ച് ജപ്തിയിൽ നിന്ന് ഒഴിവാവുക. ഓക്കെ, കടുങ്കൈ ഒന്നും ചെയ്യാൻ പോകരുത്. സന്തോഷമായില്ലേ? ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നത്. ഇതാണ് കുടുംബം അല്ലേ? അമ്മ എന്തിനാ കരയുന്നേ? ജപ്തിക്ക് നോട്ടീസ് വന്നു. അതായത് നിങ്ങൾ ഇറങ്ങി കൊടുക്കണം ഇവിടുന്ന് അല്ലേ? ഇവരെ ഇറക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടുണ്ടോ? നമ്മൾ അതിനൊരിക്കലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ജനങ്ങളും അതിന് സമ്മതിക്കില്ല. ഈ അമ്മ വെറും 4000 രൂപ പണി ചെയ്ത് വേണം ഇവർക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അച്ഛനാണെങ്കിൽ വാൾവ് മാറ്റി വെച്ചേക്കോ. 20 വർഷമായിട്ട് രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. ഈ കുടുംബത്തിന് എങ്ങനെയും ഒന്ന് രക്ഷക്കാരെ പറ്റണം. ചേച്ചി, ഞാൻ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചി ഇവിടെ താമസിക്കുന്ന ഞാൻ അപ്പുറത്തെ വീട്ടില് ഇവരുടെ അവസ്ഥ കണ്ട് ഞാൻ മടുത്തു. ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കൂടിയാ കഴിഞ്ഞ ദിവസം കടുങ്കൈ ചെയ്യാൻ പോയി അല്ലേ? 1 മാസമായി. ഈ കഴിഞ്ഞ ദിവസം ഈ കൊച്ച് എൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വന്നു. ജപ്തി നോട്ടീസ് വന്ന്. അതുപോലെ തന്നെ കഴിക്കാൻ ഒരു മാർഗം. ഞാൻ 5 കിലോ അരി